പിന്നെ അവിടെ സംഘസ്ഥാൻ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലം ഏതോ ഒരു കോളേജിൻ്റെയോ മറ്റോ പ്ലേ ഗ്രൗണ്ടാണ്. ആ സ്ഥലം പോരാ സംഘസ്ഥാനായിട്ട്. അതിൻ്റെ ബാക്കി മുഴുവനും ഈ മണ്ണിങ്ങനെ വിണ്ട് കയറി നിൽക്കുകയാണ്. ഒരാൾ പോയാൽ കാണില്ല, അത്രയധികം ആഴമുണ്ട് അവിടെ. ആ നാട്ടുകാരനെ മുഴുവനും വെളിമ്പറമ്പാണത്. നമ്മൾ രാവിലെ 4:45 അവിടെ ചെന്ന് ശാരീരിക ചെയ്തു തുടങ്ങിയാൽ 7:45 വരെ അവിടെയാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകളുടെ പ്രതിഷ്ഠ കാണാം ചുറ്റും. അതിന് പല ആൾക്കാരും ഇത് നമ്മുടെ ശാരീരികമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടുത്ത് വന്നിരിക്കും. ഒരു മടിയില്ല ആളുകൾക്ക്, ആണുങ്ങൾക്കുമില്ല പെണ്ണുങ്ങൾക്കുമില്ല, എല്ലാവരും ഈ പരസ്യരാധനയാണ്. ഈ രാവിലത്തെ സംഘസ്ഥാൻ കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് നമുക്ക് ഭക്ഷണം തരിക, മുളപ്പിച്ച കടല. അത് കഴിഞ്ഞ് അവിടെ തന്നെ കുളിക്കണം. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പൈപ്പ് വെച്ചിട്ടുണ്ട്, ബക്കറ്റുകളുണ്ട്. നമുക്ക് അവിടെ തന്നെ കുളിക്കാം. അവിടെ തന്നെ കുളിച്ചിട്ട് വേണം നമ്മൾ ഹോസ്റ്റലിലേക്ക്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അവിടെ നിന്നൊരു 200-250 മീറ്റർ, ഒരു ഏകദേശം 1/2 കിലോമീറ്റർ അകലെയുള്ളൊരു കോളേജ് ഹോസ്റ്റലാണത്. ആ ഹോസ്റ്റലാണ് താമസിക്കേണ്ടത്. റൂമുണ്ട്, പക്ഷേ റൂമിൽ എല്ലാവർക്കും കിടന്നുറങ്ങാനൊന്നും സാധിക്കില്ല, ഉറങ്ങാൻ സാധിക്കുകയില്ല ആ ഉഷ്ണം കാരണം. അപ്പോൾ പുറത്ത് ഇങ്ങനെ വല കെട്ടി അവിടെ പുറത്താണ് താമസിക്കുക. പുറത്ത് തറയിൽ കിടക്കണം. രാവിലെ 4:45 എണീറ്റ് പല്ലുതയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പല്ലുതയൊക്കെ ഗ്രൗണ്ടിലാണ്, അവിടെ പോകണം. അങ്ങനെയായിരുന്നു. ശരിക്കും കഷ്ടപ്പെട്ട് പരിശീലനം നേടുക എന്നുള്ളതാണ് അതിൻ്റെ തത്വമാണോ അല്ലെങ്കിൽ നിവൃത്തികേടാണോ? ഇപ്പോൾ അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കുറേ കൂടെയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്.